ഞാൻ ഡോക്ടർ MP മണി. ഇന്ന് പ്രമേഹത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രമേഹത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരും പല കാരണങ്ങൾ പറയും. ഏറ്റവും കൂടുതൽ പേർ പറയുന്ന കാരണം പാരമ്പര്യമായി ഉണ്ടാകുന്നതാണ് എന്നാണ്. പാരമ്പര്യമായി ഉണ്ടാകുന്നതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള പ്രദേശം കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ ആശങ്കപ്പെടുന്നത്. കാരണം കേരളത്തിൽ അതുപോലെ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കെല്ലാം പാരമ്പര്യമായി പ്രമേഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ വൈദ്യശാസ്ത്ര രംഗത്ത് നടത്തിയ പഠനങ്ങളിൽ നിന്ന് കിട്ടിയ ഏറ്റവും പുതിയ അറിവുകളിൽ പറയുന്നത് നമ്മുടെ വയറിലും കുടലുകളിലും ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പിൻ്റെ അമിതമായ ശേഖരമടക്കം പ്രമേഹത്തിന് പ്രധാന കാരണമാകുന്നു എന്നുള്ളതാണ്. അമിതമായ കൊഴുപ്പിൻ്റെ ശേഖരം, പിന്നെ അണുബാധകളാണ് വേറൊരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ അതായിരിക്കും യാഥാർത്ഥ്യം. കാരണം നമ്മൾ അണുബാധകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് പേരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അണുബാധകൾ ബാധിക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ഏറെക്കുറെ എല്ലാവരുടെയും പ്രതിരോധ ശേഷി നല്ല അവസ്ഥയിലല്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ പ്രമേഹത്തിന് ചികിത്സ തുടങ്ങിയാൽ ഈ പ്രമേഹം മാറുന്നില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് പേരിൽ വൃക്കകളുടെ നാശമാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ രോഗം കുറയാനും രോഗശമനത്തിനുമാണ് സത്യത്തിൽ മരുന്നുകൾ കഴിക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, പ്രമേഹ രോഗികളിൽ സംഭവിക്കുന്നത്, രോഗം കുറയുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സങ്കീർണതകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ലളിതമായ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗവും ചികിത്സയും തമ്മിൽ ശരിയായ രീതിയിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ പുതിയ അറിവുകളുടെ പ്രസക്തി. പുതിയ അറിവുകളിൽ പറയുന്നത് അമിതമായ കൊഴുപ്പിൻ്റെ ശേഖരം, അതാണ് പൊണ്ണത്തടിയുള്ളവർക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാകുന്നത്. ആയുർവേദത്തിൻ്റെ ഈ രോഗനിർണയ കാര്യങ്ങളിൽ നിദാനം എന്നാണ് ആയുർവേദത്തിൻ്റെ രോഗനിർണയത്തിൽ പറയുന്നത്. അതിൽ പ്രമേഹത്തിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് ദുർമേധസ്സാണ്. ഈ അമിതമായ കൊഴുപ്പിൻ്റെ ശേഖരം തന്നെയാണ് ദുർമേധസ്. അപ്പോൾ ഇപ്പം എനിക്ക് പറയാൻ തോന്നുന്നു വേറൊരു കാര്യം. ഞാൻ പണ്ട് വൈദ്യമഠത്തിൻ്റെ കൂടെയൊക്കെ പഠിക്കുന്ന കാലത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ദിവസം കഴിഞ്ഞ പ്രമേഹത്തിൻ്റെ കാര്യം ഒരു കാര്യം പറഞ്ഞു. ഈ നെല്ലിക്കയുടെ നീരും പച്ചമഞ്ഞളുടെ നീരും എടുത്ത് അതിൽ കുറച്ച് തേൻ ചേർത്ത് പതിവായി കഴിച്ചാൽ പ്രമേഹം മാറും എന്ന് അദ്ദേഹം പറയുണ്ടായി. ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. കാരണം ഈ അണുബാധകളിലൂടെ പ്രമേഹം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷിയിൽ വരുന്ന കുറവാണ്. അപ്പം നെല്ലിക്കയിലാണെങ്കിൽ ജീവകം സി ധാരാളമുണ്ട് എന്ന് ആധുനിക ശാസ്ത്രജ്ഞനെ സമ്മതിക്കുന്ന കാര്യമാണ്. ഈ പ്രതിരോധ ശേഷി കൂട്ടുന്ന കാര്യത്തിൽ, അണുബാധകളെ ചെറുക്കുന്ന കാര്യത്തിൽ മഞ്ഞളിൻ്റെ ശേഷിയും പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ പഴയ അറിവുകൾ അല്ലെങ്കിൽ പാരമ്പര്യമായി നമ്മൾ കൈമാറി വന്ന അറിവുകൾ, ഇതിൻ്റെ അതിന് പിന്നിലൊരു രസതന്ത്രം ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പം പലരും ആയുർവേദ ശാസ്ത്രീയമാണ്, കപടശാസ്ത്രമാണ് എന്നൊക്കെ പല ഭാഗത്തും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കണ്ടെത്തുന്ന ആഗോളതലത്തിൽ കൊല്ലങ്ങളോളം ഗവേഷണം നടത്തി കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി നടത്തി അവർ പ്രസിദ്ധീകരിക്കുന്ന പുതിയ അറിവുകൾ പലതും ഈ ആയുർവേദത്തിലെ പ്രത്യേകിച്ച് അഷ്ടാംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ നിലവിലുള്ള രീതിയിൽ പോകാതെ ഏറ്റവും പുതിയ അറിവുകൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്ര പേര് അത് വായിച്ചു എന്നെനിക്കറിയില്ല. ഈ പുതിയ അറിവുകൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ആ പുതിയ അറിവുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കണം എന്നുള്ള സിദ്ധാന്തമാണ് ഇവിടെ തിരുത്തി കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് എനിക്കും പറയാനുള്ളത്. സിദ്ധാന്തങ്ങൾ തിരുത്തി കുറിച്ചിരിക്കുന്നു. പ്രമേഹം 100% ബഹുഭൂരിപക്ഷം പേരിലും ലളിതമായ ചികിത്സയിലൂടെ മാറുന്നതാണ്.